മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മിമിക്രി കുടുംബമായതുകൊണ്ട് എപ്പോഴും വീട്ടിലിങ്ങനെ അത്യാവശ്യം ശബ്ദമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. ദിയ കഴിഞ്ഞ എൻ്റെ അങ്ങേ വർഷത്തെ മിമിക്രി സംസ്ഥാന വിന്നറാണ്. ലയ ഈ വർഷത്തെ മിമിക്രി വിന്നറാണ്. പിന്നെ വൈഫ് അത്യാവശ്യം മിമിക്രിയിൽ ഞങ്ങളോടൊപ്പമൊക്കെ കൂടാറുണ്ട്. ഗായികമാരുടെ പാട്ടുകളൊക്കെ പാടാറുണ്ട്. തുള്ളിക്കൊരു കുടം കണക്കെ മാരി പെയ്യുമ്പം ഉമ്മറത്തിണ്ണയിലിരുന്നു കണ്ടതല്ലേ. ഈ പപ്പയുടെ ഓരോ മിമിക്രിയുടെ ഓരോരോ ശബ്ദങ്ങളും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാര്യം അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് അച്യുതാനന്ദൻ്റെ വോയിസൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ടൈമിൽ ചെയ്യുന്നത്. അതൊക്കെ ഇതായിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഓരോ സിംഗേഴ്സിൻ്റെ ഇതൊക്കെ അമ്മ പറഞ്ഞു തരികയും പിന്നെ ഓരോന്ന് വീഡിയോസിൽ കാണുകയും ഒക്കെ ചെയ്ത് നമുക്കത് ഇമിറ്റേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഗേൾസൊന്നും അധികം മിമിക്രിയിലോട്ടൊന്നും ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന് വേണ്ടിയിട്ടൊരു വെറൈറ്റി ആയിട്ട് പിടിച്ചാലോ എന്ന് പറഞ്ഞ് മിമിക്രിയിലേക്ക് കടന്നു വന്നതാണ്. നിന്നോട് പച്ച ഷട്ടിൽ ചുവന്ന മുത്ത് പിടിപ്പിച്ച പാട്ടിവരല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? നീ ഇതെന്തോ കൊണ്ടുവന്നേ? ഇന്ന് ദീപ്തിയുടെ പ്രസവമാ. കൊച്ചിൻ്റെ രമേശനാണോ ബാബുവാണോ എന്തോ? കൊട്ടമ്പുള്ളിയിട്ട് വെച്ചാൽ മതി, കലക്കും. എടാ നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ നോക്കി നിൽക്കാതെ അടിച്ചൊടിക്കടാ എന്റെ കാല്. അയ്യോ നാട്ടിച്ചു എന്റെ പൊന്നേ. അച്ഛനും മക്കളും ഒന്നിച്ച് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്ന് നോക്കുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട്. പിന്നെ മക്കളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. यात्रियों कृपया ध्यान दें, गाड़ी संख्या 1, 2, 3, 4 त्रिवेंद्रम से मंगलूर तक जाने वाली त्रिवेंद्रम मंगलूर एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 4 पर आएगी. Passengers, your attention please. Train number 1, 2, 3, 4 Trivandrum to Mangalore Express will arrive shortly on platform number 4. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1, 2, 3, 4 തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിച്ചേരുന്നു. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്, കുടുംബത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാൻ. കണ്ണൻ, നോക്കൂ, ഒരു സന്തുഷ്ട കുടുംബമല്ലേ ഈ മിമിക്രിയും പാട്ടും ഒക്കെ ആയിട്ട്. ആ കുടുംബം എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നതല്ലേ കണ്ണ? നല്ല രസമുള്ളൊരു കുടുംബമാണത്. 4 പേരാണ് ആ വീട്ടിലുള്ളത്. ആ 4 പേരും വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ അനുകരിക്കുകയും വ്യത്യസ്ത ഗായകരുടെ സ്വരത്തിൽ പാടുകയൊക്കെ തന്നെ ചെയ്യുന്നതാണ്. കുട്ടിക്കാലം മുതൽ ഈ 2 ദിയയും ലയയും അച്ഛനാണ് മിമിക്രി ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്. കാര്യം അച്ഛൻ ഒരു കലാപാരമ്പര്യമുള്ളൊരു വ്യക്തിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ആ രാജേഷ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും കലയോട് മിമിക്രിയോടൊക്കെ തന്നെ കൂടുതൽ വാസനയുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെയും ഇങ്ങനെ ഈ മിമിക്രി പോലെയുള്ള കലാരൂപങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. തുടക്കത്തിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെയൊക്കെ സൗണ്ടാണ് ആദ്യം അനുകരിച്ച് തുടങ്ങിയത്. അതിനുശേഷം ഈ കുട്ടികളൊക്കെ തന്നെ മറ്റ് വ്യത്യസ്ത മേഖലകളിലേക്ക് പോവുകയാണ്. കാര്യം ഈ പാട്ട് പാടി അല്ലെങ്കിൽ ഈ വനിതാ ഗായികമാരുടെ ശബ്ദത്തിൽ പാടുന്ന ഒരു രീതിയൊന്നും പലപ്പോഴും ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന മിമിക്രികൾ ഉണ്ടാകാറില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കലോത്സവത്തിലൊക്കെ തന്നെ കൂടുതൽ സമ്മാനങ്ങൾ നേടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ കാര്യം പറയുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മിമിക്രി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ സാധാരണ കുച്ചിപ്പുടി ആയാലും ഭരതനാട്യമൊക്കെ ആയാലും 10,000-കണക്കിന് രൂപ വേണം ഒന്ന് ഒരുങ്ങി ആ സ്റ്റേജിലേക്ക് എത്തിയാൽ തന്നെ എ ഗ്രേഡ് കിട്ടുമോ അല്ലെങ്കിൽ ജയിക്കുമോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാര്യം ഒട്ടേറെ കുട്ടികൾ അങ്ങനെ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ പഠിച്ചു വരുന്നവരാണ്. പക്ഷേ അതിനകത്ത് മൂത്ത കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി പറഞ്ഞത് ഇതിന് വലിയ ചിലവൊന്നുമില്ല, എൻ്റെ തൊണ്ട മാത്രം മതിയല്ലോ, അതുകൊണ്ട് ആണ് ഞാൻ ഈ കാര്യം പഠിച്ചത്. മാത്രമല്ല പെൺകുട്ടികൾ കുറവാണ് ഈ കലോത്സവങ്ങളിലൊക്കെ തന്നെ, അതുകൊണ്ട് കലോത്സവങ്ങൾ സമ്മാനം നേടാൻ സാധിക്കുക
തന്നെ ചെയ്യും. പക്ഷേ ആ ഒരു കുട്ടികൾ പല മത്സരാർത്ഥികൾ കുറവുള്ളതുകൊണ്ടല്ല, ഇവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ തന്നെയാണ്. അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കലാപ്രകടനങ്ങൾ നേരിട്ട് കാണുമ്പോഴൊക്കെ തന്നെ മനസ്സിലാവുന്നു. അമ്മയും ഈ ഇത്തരത്തിലുള്ള ഗായകരുടെ ശബ്ദം അനുകരിക്കുകയും അച്ഛൻ വിവിധ തരത്തിലുള്ള നടന്മാരുടെ ശബ്ദം അനുകരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ്. അവർ പറയുന്നത് കൂടുതലായി കുട്ടികൾ ഇത്തരത്തിലുള്ള കലകളിലേക്ക് വന്ന് കൂടുതൽ കലാരംഗത്ത് കൂടുതൽ സജീവമായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ആ കുട്ടികളും ആ കുടുംബമൊക്കെ തന്നെ പറയുന്നുണ്ട്. സജീവമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ കാണാൻ. അതുപോലെ തന്നെ സമ്മാനം ലഭിക്കുന്ന കാര്യം കുട്ടികൾ പറഞ്ഞു. ഒരു പക്ഷേ ഈ സമ്മാനം ലഭിക്കുന്നതിനേക്കാളും സന്തോഷം എന്ന് പറയുന്നത് കുടുംബത്തിലെ 4 പേരും കലാകാരന്മാരാണ്. അവർക്ക് ഒരുമിച്ചുള്ള ഒരു സമയം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തമാശയും കളികളും മിമിക്രിയും പാട്ടും ഒക്കെ ആയിട്ട് അവർക്ക് ആ സമയം ചെലവഴിക്കാൻ കഴിയുമെന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും, അല്ലേ? ശരി കാണാൻ.